ചക്ഷുർദേവഹിതം പുരസ്താത് ശുക്രമുച്ചരത്. രോഗിയെ ദർശിക്കുമ്പോൾ അയാളുടെ ത്വക്കിനുള്ള മാറ്റങ്ങൾ, അതുപോലെ തന്നെ അയാളുടെ നാവിന് വന്നിരിക്കുന്ന മാറ്റങ്ങൾ, ബാഹ്യ ചർമ്മത്തിൻ്റെ മാറ്റങ്ങളെപ്പോലെ തന്നെ ആന്തരികമായ തലത്തിലുള്ള ഒരു മാറ്റം അതിനെ ആസ്പദമാക്കി സൂക്ഷ്മമായി ഉണ്ടെന്ന് എല്ലാ രോഗത്തെക്കുറിച്ചുമുള്ള പഠനത്തിൽ കാണാം. കാലിൽ, കയ്യിൽ ഒക്കെയുള്ള മാറ്റങ്ങൾ, നീർക്കെട്ടുകളുണ്ടോ? അതുമല്ല, ആ കാലിനും കൈക്കുമൊക്കെ ത്വക്കിന് നിറഭേദങ്ങൾ വല്ലതും വന്നിട്ടുണ്ടോ? കണ്ണിന് നിറഭേദം വന്നിട്ടുണ്ടോ? ഇങ്ങനെയെല്ലാം നോക്കിക്കാണുമ്പോൾ അത് ദർശനം കൊണ്ടുള്ള ഒരു അറിവായി. രോഗിയുടെ താപനിലയും മറ്റും സ്പർശിച്ചറിയുക. പലപ്പോഴും രോഗിയെ സ്പർശിക്കുമ്പോൾ താപനില കൂടുതലാണെന്ന് തോന്നുമ്പോഴും ഒരു തെർമോമീറ്ററിനെ അവലംബിച്ചാൽ താപനില കൂടുന്നില്ല എന്ന് കാണാം. തെർമോമീറ്ററിൽ കാണിക്കുന്ന താപനിലയിൽ നിന്ന് രോഗിയിൽ വന്നിരിക്കുന്ന ജ്വരാദികൾ അറിയാൻ എളുപ്പമാണ്. പക്ഷേ ഒരു തെർമോമീറ്ററിൽ വന്നിരിക്കുന്ന മാറ്റം കൊണ്ട് രോഗിയുടെ പൈത്തിക വികാരം അറിയാൻ സാധ്യമല്ല. ഇത് സാമാന്യനെ മനസ്സിലാക്കാൻ ചില രോഗികളുടെ സാന്നിധ്യം അവരുടെ തൊട്ടടുത്തിരിക്കുമ്പോൾ, ചില ആളുകളെ സ്പർശിച്ചിരിക്കുമ്പോൾ ഒക്കെ സ്പർശിക്കുന്നവൻ അനുഭവപ്പെടുന്ന ചൂടും തണുപ്പുമുണ്ട്. ചില ശരീരപ്രകൃതം തണുപ്പ് കാലത്ത് വല്ലാത്ത ചൂടിനെ വിസർജിക്കുന്നതായിരിക്കും. ചില ശരീരപ്രകൃതം ചൂടുകാലത്ത് തണുപ്പിനെ വിസർജിക്കുന്നതായിരിക്കും. ചിലത് ചൂടുകാലത്ത് തന്നെ ചൂടാകുന്നതായിരിക്കും, ചിലത് തണുപ്പ് കാലത്ത് തന്നെ തണുപ്പാകുന്നതായിരിക്കും. ഇങ്ങനെയുള്ള വ്യതിയാനങ്ങളൊന്നും ഊഷ്മാവളക്കുന്ന ഉപകരണങ്ങൾ കൊണ്ട് അറിയാനാവില്ല. പണ്ഡിതനായൊരു ഭിഷഗ്വരൻ രോഗിയുടെ സാമീപ്യമുണ്ടാകുന്ന അവസ്ഥയിൽ രോഗി വിസർജിക്കുന്ന ഒരു താപനില അയാളിൽ ഉണ്ടാകുന്ന ആന്തരിക പരിണാമങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുവാനുള്ളൊരു അളവുകോലായി സ്വീകരിക്കും. ആ പരിചയം ആന്തരികങ്ങളായ മാറ്റങ്ങളെപ്പറ്റി അനുമാനിക്കുവാൻ അയാൾക്ക് സഹായകവുമാവും. ഇതിന് സ്പർശനം ഒരു വലിയ വഴിയാണ്. അല്ലാതെ രോഗിയെ തൊട്ടു നോക്കി സാധാരണ ഒരു പനി അളക്കുക, അന്ന് തെർമോമീറ്റർ ഇല്ലാത്തതുകൊണ്ട് രോഗിയുടെ പനി അളക്കാൻ പ്രാചീനർ അറിവില്ലാതെ സ്പർശനമാണ് ഉപയോഗിച്ചത്, ആ അർത്ഥത്തിലല്ല. രോഗിയുടെ സ്പർശനം കൊണ്ട് രോഗിയിൽ വരുന്ന ഒരുപാട് മാറ്റങ്ങൾ, ത്വക്കിൻ്റെ പരിപരിപ്പ്, ത്വക്കിലുണ്ടാകുന്ന മറ്റ് പരിണാമങ്ങൾ ഒക്കെ സ്പർശനം കൊണ്ടറിഞ്ഞാൽ അതിനെ അവലംബിച്ച് ആന്തരിക ഘടനയിലുള്ള മാറ്റങ്ങളെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഈ നിലയിൽ സ്പർശനത്തിന് വലിയൊരു പ്രാധാന്യമുണ്ട്. അത് കഴിഞ്ഞാൽ രോഗിയുടെ ശബ്ദം നമുക്ക് കേൾക്കാൻ കഴിയുന്നത് അയാളുമായുള്ള സംഭാഷണത്തിൽ നിന്നാണ്. ആ ശബ്ദം കേൾക്കുന്നതോടൊപ്പം അയാൾ അനുഭവിക്കുന്ന അറിവുകൾ, രോഗിയെ കണ്ടു, മാറ്റങ്ങളെക്കുറിച്ചൊരു ധാരണയുണ്ടായി, രോഗിയെ സ്പർശിച്ചു, അതിനെക്കുറിച്ചൊരു ധാരണയുണ്ടായി, രോഗിയെ സംബന്ധിച്ചിടത്തോളം അയാളിലുള്ള പരിണാമങ്ങൾ അയാൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. രോഗം തനിക്കുണ്ട് എന്ന് ആദ്യമായി അറിഞ്ഞത് അയാളാണ്. അതുകൊണ്ടാണ് ഭിഷഗ്വരനെ സമീപിക്കുന്നത്. ആ അറിവാണ് രോഗനിർണയത്തിൻ്റെ കാരണമായ അറിവ്, മൂലമായ അറിവ്. എനിക്ക് രോഗമുണ്ട് എന്ന് ഒരാൾക്ക് തോന്നുന്നത് വരെ ഭിഷഗ്വരന്മാർ അയാളെ പ്രാപിക്കുന്നില്ല, അയാൾ ഭിഷഗ്വരന്മാരെയും പ്രാപിക്കുന്നില്ല. എപ്പോഴാണോ ഞാൻ രോഗിയാണ് എന്ന് ഒരുവനിൽ ബോധം സംജാതമാകുന്നത്, ആ ബോധമാണ് ചികിത്സയുടെ അടിസ്ഥാന ആശയം. അതിനെ നിരാകരിച്ചുകൊണ്ടുള്ള എല്ലാ ചികിത്സാ സമ്പ്രദായങ്ങളും മനുഷ്യൻ്റെ മേൽ കടന്നാക്രമണങ്ങൾ നടത്തുന്നു എന്ന് പ്രാചീനർ വിശ്വസിച്ചു. രോഗിക്ക് തൻ്റെ ബുദ്ധിമുട്ടുകൾ ഇന്നതാണ് എന്ന് പറയാൻ കഴിയുക, അതിനെ അവലംബിച്ച്
ആ ബുദ്ധിമുട്ടുകളെ മാറ്റിക്കൊടുക്കുവാൻ ഭിഷഗ്വരന് കഴിയുക, ആ ബുദ്ധിമുട്ടുകളിൽ നിന്ന് അവയുടെ മൂലസ്രോതസ്സുകളെക്കുറിച്ച് അറിവ് ഭിഷഗ്വരന് ലഭിക്കുക, ഇതൊക്കെ ഒരു ഉത്തമമായ മാർഗമാണ്. രോഗിക്കൊരു ബുദ്ധിമുട്ടുണ്ടാവുക, ആ അറിവുമായി ഭിഷഗ്വരനെ സമീപിക്കുക. ഭിഷഗ്വരൻ ഈ ലോകത്തിൻ്റെ മൂലയിൽ നിന്ന് ഒട്ടേറെ അറിവുകൾ മനുഷ്യ ശരീരത്തെ കീറിയും മുറിച്ചും പഠിച്ചു വയ്ക്കുക. ആ അറിവുകളെ മുഴുവൻ ആസ്പദമാക്കി തന്നോട് വന്ന് രോഗി ഇപ്പോഴത്തെ നിലയിൽ മുന്നോട്ട് പോകുവാൻ പറ്റാത്ത ബുദ്ധിമുട്ട് ഏതാണെന്ന് പറഞ്ഞു മനസ്സിലാക്കുമ്പോൾ ആ ബുദ്ധിമുട്ടിലേക്ക് ശ്രദ്ധിക്കാതെ രോഗിയുടെ ആന്തരാവയവങ്ങളിൽ ഉണ്ടാകാവുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ച് മുഴുവൻ പഠിക്കുക. അവയെക്കുറിച്ച് മുഴുവൻ ഭയവിഹ്വലതകൾ ഉണ്ടാക്കി രോഗിയുടെ ഇപ്പോഴുള്ള ജീവിതം പോലും ദുസ്സാധ്യമാക്കി തീർക്കുക. ഇത് മാനവ ജീവിതത്തിന് ഉപകാരമല്ലെന്ന് സഭ്യവും മിതവുമായ ഭാഷയിൽ പറയാമെന്ന് തോന്നുന്നു. മാനവനെ സംബന്ധിച്ചിടത്തോളം അവൻ അവൻ്റെ ദൈനംദിന കാര്യങ്ങൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുമ്പോൾ, അവൻ്റെ കൂട്ടായ്മയുടെ ഏർപ്പാടുകൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ, അവൻ്റെ നിത്യനൈമിത്തികങ്ങളായ കർമ്മങ്ങൾ അത്രയും അവൻ അനുഷ്ഠിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ആ അനുഷ്ഠാനത്തിൽ എവിടെയെങ്കിലും ലോപം വരുത്തുവാൻ അവൻ്റെ ഏതെങ്കിലും ഒരു അവയവമോ ഏതെങ്കിലും ഒരു ഇന്ദ്രിയമോ ഏതെങ്കിലും തരത്തിലുള്ളൊരു വേദനയോ അവനിൽ സംജാതമാകുമ്പോൾ, എൻ്റെ വയറ് വേദനിക്കുന്നത് കൊണ്ട്, എൻ്റെ കാല് വേദനിക്കുന്നത് കൊണ്ട്, എൻ്റെ കൈ വേദനിക്കുന്നത് കൊണ്ട്, എൻ്റെ തലവേദനിക്കുന്നത് കൊണ്ട്, ഇങ്ങനെയുള്ള വേദനകൾ കൊണ്ട്, എൻ്റെ ആ ഇന്ദ്രിയത്തിന് ഗ്രഹണശേഷി നഷ്ടപ്പെട്ടതുകൊണ്ട്, എൻ്റെ കണ്ണിൻ്റെ കാഴ്ച കുറഞ്ഞതുകൊണ്ട്, എൻ്റെ ചെവിയുടെ കേൾവി കുറഞ്ഞതുകൊണ്ട് ഞാൻ അങ്ങയെ സമീപിച്ചിരിക്കുകയാണ്. എൻ്റെ കർമ്മങ്ങളെല്ലാം എൻ്റെ മുമ്പിൽ കിടക്കുന്നു. അവ എനിക്ക് തീർക്കേണ്ടത് ആവശ്യമാണ്. ഞാൻ തീർക്കേണ്ട ആ കർമ്മങ്ങൾ ഈ പ്രപഞ്ചത്തിൽ മറ്റൊരാൾ തൊട്ടാൽ വേറൊരു തരത്തിലാണ് തീർക്കുക. ഞാൻ തുടങ്ങി വെച്ചത് തീർക്കുന്നതുവരെയെങ്കിലും എനിക്ക് ആരോഗ്യമുണ്ടാവേണ്ടതാണ്. അതിനാണ് അറിവുള്ള അങ്ങയെ സമീപിച്ചിരിക്കുന്നതെന്ന് പറയുമ്പോൾ, അവൻ പറഞ്ഞ അത്രയും കാര്യങ്ങളെ അവലംബിച്ച് അവനെ കണ്ടതിൽ കൂടി, അവനെ സ്പർശിച്ചതിൽ കൂടി, അവനെ ആ കാര്യങ്ങൾക്ക് സമർത്ഥമാക്കി വിടുവാൻ പര്യാപ്തമായൊരു നില വരുത്തിയാൽ അത് 15 ദിവസമായാലും 1 കൊല്ലമായാലും അവനും ലോകത്തിന് ഉപകാരമാണ്. മറിച്ച് അവൻ്റെ കർമ്മങ്ങളിൽ നിന്നെല്ലാം അവനെ മാറ്റിമറിക്കുകയും അവൻ്റെ മനസ്സിലേക്ക് ഭയങ്ങൾ ഉളവാക്കുകയും പരീക്ഷണ നിരീക്ഷണങ്ങൾക്ക് അവനെ വിധേയനാക്കുമ്പോൾ പുതിയ പുതിയ രോഗങ്ങളെ കണ്ടുപിടിക്കുകയും അവൻ്റെ ആന്തരാവയവങ്ങളെക്കുറിച്ചെല്ലാം പറഞ്ഞ് അതിനെക്കുറിച്ച് അറിവില്ലാത്ത അവനിൽ ഒട്ടേറെ സംശയങ്ങളും സങ്കല്പങ്ങളും ജനിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നതാണ് പരിഷ്കാരമെങ്കിൽ, പുരോഗതിയെങ്കിൽ, ശാസ്ത്രത്തിൻ്റെ ഔന്നത്യമെങ്കിൽ അത് മനുഷ്യോപകാരപ്രദമായ ശാസ്ത്രമല്ലെന്ന് മിതമായ ഭാഷയിൽ പറയാമെന്ന് തോന്നുന്നു. ഇന്ന് പുരോഗതി അങ്ങോട്ട് നീങ്ങുമ്പോൾ, ധനം ആ വഴിയിൽ സമ്പാദിക്കുവാനുള്ള നീക്കങ്ങൾ നടക്കുമ്പോൾ, അതിനുള്ള ഉപകരണങ്ങൾ കൊണ്ട് മനുഷ്യനെ വീണ്ടും വീണ്ടും വീർപ്പുമുട്ടിക്കുമ്പോൾ, ആ പുരോഗതിയിൽ നിന്ന് ഇന്നല്ലെങ്കിൽ നാളെ മനുഷ്യൻ പിന്തിരിഞ്ഞു പോകുമെന്നുള്ളത് തീർച്ചയുമാണ്. അതുകൊണ്ടാണ് നാം ഇതിനെ സമഗ്രമായി ചേർത്ത് വെച്ച് മാനവൻ്റെ ആവശ്യത്തിനുതകുമാറ് ഒരു പദ്ധതിയെ ആയുർവേദം രൂപപ്പെടുത്തിയിട്ടുണ്ട് എന്ന് ശക്തമായി പറയുന്നത്. അപ്പോൾ ദർശനം, സ്പർശനം, പ്രശ്നം എന്ന 3 സമസ്യകളാണ് അതിനവർ സ്വീകരിച്ചത്. അതിന് എന്തെല്ലാം നോക്കണം? അഷ്ടസ്ഥാന പരീക്ഷകൾ എന്നവർ പറയും. 8 സ്ഥാനങ്ങളെ നാഡി, അവനിൽ പ്രാണൻ, ശരീരത്തിൻ്റെ പ്രത്യേക തലങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ ആ പ്രാണന്റെ സഞ്ചരണം ആരോഗ്യമുള്ള ഒരുവൻ്റെ തലത്തിലാണോ, അവനിൽ ആരോഗ്യമില്ലായ്മയുടെ ലക്ഷണങ്ങൾ ഉണ്ടാകുവാൻ പോകുന്നുവോ? മൃത്യുവിലേക്ക് മാനവനെ നയിക്കുന്നത് പ്രാണനാണ്, വായുവാണ്. ആ വായുവിൻ്റെ, വാദത്തിൻ്റെ, യന്ത്രതന്ത്രധരനായ വാദം എപ്പോൾ നിലയ്ക്കുന്നുവോ അപ്പോഴാണ് മൃത്യു സംജാതമാകുന്നത്. അപ്പോൾ മൃത്യുവിലേക്ക് അവനെ നയിക്കുന്ന വാദവികാരങ്ങളെ തിരിച്ചറിയുവാൻ എളുപ്പവഴി അവൻ്റെ നാഡിയെ പരിശോധിക്കുകയാണ്. അഷ്ടസ്ഥാന പരീക്ഷയിൽ പ്രധാനം നാഡി പരീക്ഷയാണ്.